പ്രൈസ് ലോർഡ്. ദൈവം പ്രതീക്ഷിക്കുന്ന നാമത്തിലെ സ്നേഹം നിർത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കളുമായി ഷെയർ ചെയ്ത് ദൈവൻ്റെ മനസ്സിലേക്ക് തന്ന വാക്യം സങ്കീർത്തനം 34:18-19. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാവുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനല്ലേ. ഈ ഒരു വചനം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാനമായി തന്നതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഇന്ന് ദൈവമക്കളായിട്ട് നമ്മൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി പല രീതിയിൽ കൈത്താങ്ങൾ കൊടുക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളായി വചനത്തിലൂടെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഒന്നെന്ന ഒരു ഹൃദയനുറുക്കം, അല്ലേ? രണ്ടെന്ന ഒരു തകർന്ന മനസ്സ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്നാ? അനർത്ഥങ്ങൾ, അല്ലേ? പക്ഷെ ഒന്നുണ്ട്, ഈ മൂന്ന് കാര്യങ്ങൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ കടന്നു വരുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കർത്താവ് നീക്കുപോക്ക് തരുന്നെന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനസികമായി നമ്മൾ ചിലപ്പം തളർന്നു പോകുന്നൊരവസ്ഥയാണ്. കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അനേകർക്ക് വേണ്ടി ഞാൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, വിടുതൽ അവരെല്ലാം പ്രാപിക്കുന്നുണ്ട്, അവരെല്ലാം സന്തോഷമായിട്ട് നിൽക്കുന്നു. പല വിടുതൽ കാണുവാനും സാക്ഷ്യങ്ങൾ കേൾപ്പാനൊക്കെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ പല രീതിയിലുള്ള ഹൃദയ ഞെരുക്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധി ഈ ദിവസങ്ങളിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, ഈ ഹൃദയ ഞെരുക്കം എന്നുള്ളത് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന വ്യക്തി ജീവിതങ്ങളായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമീപസ്ഥനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുക. ആ ഒരു കർത്താവ് നമ്മുടെ സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഭാഗ്യം നിറഞ്ഞവരല്ലേ. കാരണം കർത്താവിൻ്റെ ഒരു സാമീപ്യം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഈ ലോകത്തിലെ എല്ലാവർക്കും ലഭിക്കത്തില്ല. ചുരുക്കം പേറുകൾക്ക്, അല്ലേ, കർത്താവ് തിരഞ്ഞെടുത്ത തൻ്റെ മക്കൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃപയാണ്. അതുകൊണ്ട് തന്നെ വചനം പഠിപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചില ഹൃദയ നുറുക്കത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യങ്ങളും നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ഹൃദയ നുറുക്കം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് പറയാം, മോളെ ഞാനുണ്ട് കൂടെ, നിൻ്റെ ഒന്നുകൂടെ നീ ഭാരപ്പെടേണ്ട, നിൻ്റെ ഏത് ഹൃദയവേദനയായാലും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ മനസ്സ് തകർന്നവനെ, അല്ലേ, രക്ഷിക്കുന്നു എന്ന് പറയുക. കാരണം പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല തരത്തിലെ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും കർത്താവ് നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിക്കും. ഒന്നു മാത്രം പറയാനുള്ളൂ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ കടന്നു വന്നാലും, ഇല്ല ഹൃദയ ഞെരുക്കങ്ങൾ കടന്നു വന്നാലും, മനസ്സ് തകരുന്ന ഏതവസ്ഥ കടന്നു വന്നാലും അത് വരത്തില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ചില സമയം കർത്താവും അനുവദിക്കും. പക്ഷെ അതൊന്നുണ്ട്, അതിൽ നമ്മൾ വീണു പോവാനോ നമ്മൾ നശിച്ചു പോകാനോ നമ്മുടെ പിതാവ് സമ്മതിക്കത്തില്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഇരുന്ന് പിതാവ് നല്ല ഒരു കൈത്താങ്ങായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലൊരു ചോദ്യമുണ്ട്, കർത്താവേ, അങ്ങയുടെ സന്നിധി ഞാൻ നേരോടെ വിശ്വസ്തയോടെ നിന്നിട്ടും, ഞാൻ ഏത് സമയവും എൻ്റെ പിതാവിനോട് സംസാരിച്ചും അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ കടന്നു വരുന്നൊരു ഹൃദയത്തിലൊരു ചോദ്യം എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പരിശുദ്ധന്മാരോട് അങ്ങനെ ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഇത് ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതകളുണ്ട്. പക്ഷെ ഒന്നുണ്ട് മക്കളെ, നിങ്ങൾ വീണു പോകാനോ നിങ്ങൾ തകർന്നു പോകുവാനോ ആടെ മുന്നിൽ ലജ്ജിക്കപ്പെടുവാനോ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഏത് സമയവും നിങ്ങളെല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിന്ന് സഹായിക്കാമെന്ന് കർത്താവ് നമുക്ക് വാക്ക് തരിക. അങ്ങനെ വചനത്തിൽ കൂടെ തന്നെ നമ്മളെ പറഞ്ഞുറപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നിനെ പറ്റിയും ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ നമ്മൾ മുന്നിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന എന്ത് താലന്തോ എന്ത് റെസ്പോൺസിബിലിറ്റിയോ അത് ചെയ്ത് നമ്മൾ മുന്നേറുവാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകളെ തരികയും അതിലൂടെ അനേകർ നന്മ പ്രാപിക്കുകയും അനേകം വിടുതൽ പ്രാപിക്കുകയും ചെയ്യുവാൻ തക്കണം ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. ഒന്നു മാത്രമുണ്ട്, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്ത് മുന്നേറുവാനുള്ളൊരു ഹൃദയവും ഒരു പ്രാർത്ഥനയും ഈ ദിവസങ്ങളിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തെ എല്ലാ ദൈവങ്ങളെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.